കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ആവോലി പഞ്ചായത്തിലെ വള്ളിക്കടക്കടവിൽ നിന്നും ഞായറാഴ്ച വൈകിട്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികളിൽ രണ്ടാമത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തി. പരീക്കപ്പീടിക അടയ്ക്കാമുണ്ടയ്ക്കൽ ബിനുവിന്റെ മകൻ ക്രിസിന്റെ മൃതദേഹമാണ് തിങ്കളാഴ്ച രാവിലെ 10:30 മൂവാറ്റുപുഴ പുഴക്കരക്കാവിന് സമീപത്ത് നിന്നും കണ്ടെത്തിയത്. ആവോലി പഞ്ചായത്തിലെ വള്ളിക്കടക്കടവിൽ നിന്നും ഞായറാഴ്ച വൈകിട്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികളിൽ രണ്ടാമത്തെ ആളുടെയും മൃതദേഹം കണ്ടെത്തി. പരീക്കപ്പീടിക അടയ്ക്കാമുണ്ടയ്ക്കൽ ബിനുവിന്റെ മകൻ ക്രിസിന്റെ മൃതദേഹമാണ് തിങ്കളാഴ്ച രാവിലെ 10:30 മൂവാറ്റുപുഴ പുഴക്കരക്കാവിന് സമീപത്ത് നിന്നും കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 6 ആറംഗ സംഘം വള്ളിക്കടക്കടവിൽ കുളിക്കുന്നതിനായി ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. അടിയൊഴുക്കുള്ള സ്ഥലത്ത് 3 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇവരിൽ ഒരാൾ സ്വയമേ നീന്തി രക്ഷപ്പെട്ട് കരയ്ക്കെത്തിയിരുന്നു. എന്നാൽ ക്രിസിനെയും വാഴക്കുളം വെട്ടിക്കാട്ടുകുടി സന്തോഷിന്റെ മകൻ അശ്വിനെയും ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ഉടൻ തന്നെ മൂവാറ്റുപുഴ ഫയർഫോഴ്സും സ്കൂബ ടീമും കോതമംഗലം ഫയർഫോഴ്സിലെ സ്കൂബ ടീമും നാട്ടുകാരും ചേർന്ന് സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചെങ്കിലും ഞായറാഴ്ച രാത്രി വൈകിയും ഇരുവരെയും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെ 6 മൂവാറ്റുപുഴയിലെ സേനാംഗങ്ങളും സ്കൂബ ടീമും തൊടുപുഴയിൽ നിന്നുള്ള സ്കൂബ ടീമും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ സമീപത്തെ കടവിൽ നിന്നും അശ്വിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് മൂവാറ്റുപുഴ പുഴക്കരക്കാവിന് സമീപത്തു നിന്നും ക്രിസിന്റെയും മൃതദേഹം കണ്ടെത്തിയത്. ഡീൻ കുര്യാക്കോസ് MP, ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി ജോസ് തുടങ്ങിയവർ സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു. ഇന്നലെ വള്ളിക്കട കടവിൽ 6 പിള്ളേര് കുളിക്കാനിറങ്ങിയതാണ്. ചെറുപ്പക്കാർ 17 വയസ്സോളമുള്ള +2 കഴിഞ്ഞ പിള്ളേർ. അവർ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. 2 പേര് കാണാതായാൽ അപ്പോൾ തന്നെ പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെ ജനപ്രതിനിധികളെല്ലാവരും ഉണ്ടായിരുന്നു. തെരച്ചിൽ തുടങ്ങി. ഇന്നലെ രാത്രി 3 മണി വരെ അതുപോലെ ഈരാറ്റോട്ടയിൽ നിന്ന് വന്നിരിക്കുന്ന സ്കൂബ ടീം ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആയിട്ട് തെരച്ചിൽ തുടങ്ങി. ഇന്ന് വെളുപ്പിന് 5:45 കഴിഞ്ഞപ്പോൾ അശ്വിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ബോഡി ലഭിക്കുകയുണ്ടായി. ക്രിസ് കദലക്കാട് വിമലമാത ഹയർ സെക്കൻഡറി സ്കൂളിലും അശ്വിൻ മൂവാറ്റുപുഴ SNDP സ്കൂളിലും +2 പരീക്ഷ കഴിഞ്ഞവരാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.